ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പൈസി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്തൂരി ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ മയോണൈസിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മയോണൈസ് തയ്യാറാക്കാമെന്നും ഞാനിതിൽ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ചിക്കന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം അത് വാർത്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം, റെഡ് ഫുഡ് കളർ. അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല. ഞാനതിന് പകരം മുളക് പൊടി, കാശ്മീരി ചില്ലി റെഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ റെഡ് കളറും ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ പരട്ടുന്നതിന് മുന്നേ ഇതിൻ്റെ ഉപ്പൊക്കെ ശരിയാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ നന്നായി ഒന്ന് വരഞ്ഞ് വെക്കണം. അതിൻ്റെ ഇടയിലൊക്കെ മസാലകൾ നന്നായി തേച്ച് പിടിപ്പിക്കണം. മസാല പുരട്ടിയതിന് ശേഷം ഇത് ശരിക്കും ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത്രയും നന്നായി മസാല ഇതിൽ പിടിച്ച് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി, പെപ്പർ പൗഡറും നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചിലർ ചേർക്കാറുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. എല്ലാ പീസിലും ഇതുപോലെ നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തന്തൂരിയാക്കി എടുക്കാം. ഞാനിവിടെ അടുപ്പത്ത് ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച 4 പീസ് ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 പീസും ഒന്നിച്ച് ഫ്രൈ ആയി കിട്ടാനാണ് കേട്ടോ ഞാൻ ഉരുളി വെച്ചത്. അപ്പോൾ ഇതാവുമ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ്. ഇതിപ്പോൾ അടി പിടിക്കാതെ നല്ല ടേസ്റ്റിൽ കിട്ടും നമുക്ക്. പിന്നെ തന്നെയല്ല, ഇത് പെട്ടെന്ന് ഒന്നിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫ്രൈങ് പാൻ അല്ലെങ്കിൽ ദോശപ്പാനൊക്കെ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗമിലായാലും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് 1 സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പീസ് ചിക്കൻ വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ് നല്ലത്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടും. ഇപ്പം നമ്മളിത് 2 സൈഡും കുക്ക് ചെയ്തെടുത്തു. ഏകദേശം ഒരു അരമണിക്കൂറോളം വേണ്ടി വരും ഇതുപോലെ നന്നായി വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമുക്കിനി ഒരു മയോണൈസ് തയ്യാറാക്കാം. തന്തൂരി ചിക്കൻ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലെ മയോണൈസിൻ്റെ ഒപ്പമാണ് നമുക്ക് സെർവ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ചവച്ചിട്ട് കൊടുത്താലും മതി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് 2 എഗ് വൈറ്റാണ് ഒഴിക്കേണ്ടത്. അപ്പം ചെറിയൊരു ഹോള് ഇട്ടിട്ട് അതിൽ നിന്ന് വൈറ്റ് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെല്ലോ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനായിട്ട് വേണമെന്നില്ല. എഗ് വൈറ്റ് കൊണ്ടാണ് ശരിക്കും നല്ല മയോണൈസായിട്ട് കിട്ടുക. ഇപ്പം നമ്മൾ 2 എഗ്ഗൊന്നും ഇതുപോലെ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. നാരങ്ങ നീര് 1 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വിനാഗിരി ആയാലും മതി. മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതൊന്നിച്ച് ചേർക്കരുത്. അതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട്
അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ ഇതുപോലെ പൗസ് ബട്ടൺ ഉണ്ടായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ. അതടിച്ചിട്ട് വേണം നമ്മൾ ഇത് മയണൈസ് തയ്യാറാക്കാനായിട്ട്. ഒരിക്കലും ഇതിൻ്റെ സ്പീഡ് ബട്ടൺ ഇടരുത്, അപ്പോൾ മയണൈസ് തിക്കായിട്ട് കിട്ടില്ല. റിവേഴ്സ് ബട്ടൺ അടിച്ചിട്ട് കുറച്ച് നേരം അടിച്ചതിന് ശേഷം വീണ്ടും ഓയിൽ ഒഴിച്ച് ഇതുപോലെ നല്ല കട്ടിയാക്കി എടുക്കണം. ഏകദേശം ഒരു കപ്പ് എന്ന് പറയുമ്പം ഒരു 200 ml ഓയിൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ റിവേഴ്സ് ബട്ടൺ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. ഒരു 3-4 മിനിറ്റ് എടുക്കും നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല തിക്ക് മയണൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ മയണൈസ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മയണൈസ് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് അടിക്കുന്നത് മിക്സിയിൽ ജാറിൽ അടിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് നല്ലോണം ലൂസായിപ്പോവും. ഇനി നമുക്കിത് ഒരു ചപ്പാത്തിക്കൊപ്പം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ തന്തൂരി ചിക്കനും മയണൈസും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.